നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദുരിതയാത്രയ്ക്ക് അറുതിയില്ല. വാടനാകുരിശി റെയിൽവേ മേൽപ്പാലത്തിന്റെ സർവീസ് റോഡിന് ഒച്ചിന്റെ വേഗം. സർവീസ് റോഡ് 10 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന പ്രഖ്യാപനവുമായി റോഡ് പൂർണ്ണമായും അടച്ചിട്ടിട്ട് 9 ദിവസം പിന്നിടുന്നു. നിർമ്മാണ പ്രവൃത്തികളിലെങ്കിലും എത്തിയില്ല. ദുരിതയാത്ര എത്രനാൾ തുടരേണ്ടി വരുമെന്ന ആശങ്കയിൽ ജനങ്ങൾ. തൃശൂർ ഗവൺമെന്റ് കോളേജ് ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധി. ഡോക്ടറെ സ്ഥലം മാറ്റി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. സ്ഥലം മാറ്റം അടുത്തിടെ നടത്തിയ ശസ്ത്രക്രിയകളിൽ 2 രോഗികൾ മരിക്കാനിടയായ സാഹചര്യം. നടപടിയിൽ പ്രതികരണവുമായി ഡോക്ടർ അഷറഫ് ഉസ്മാൻ. സർക്കാരിന്റെ കോളാമ്പിയായി ഇടതു സംഘടനകൾ മാറിയെന്ന് NTU സംസ്ഥാന സെക്രട്ടറി AJ സൈനി. KSEB-യുടെ കെടുകാര്യസ്ഥതയിൽ വിദ്യാർത്ഥി മരിച്ചപ്പോൾ അധ്യാപകരെ പ്രതിയാക്കുകയും ADGP-യുടെ തെറ്റിന് ട്രാക്ടർ ഡ്രൈവറെ പ്രതിയാക്കുകയും ചെയ്തതാണ് ഇടതു സർക്കാർ നയമെന്നും ആക്ഷേപം. സർവീസ് മേഖലയെ തകർക്കാൻ ഇടതു സംഘടനകൾ കുടപിടിക്കുകയാണെന്നും AJ സൈനി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NTU-വിന്റെ ധർണ പാലക്കാട്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ അഴിമതി ഭരണം വിജിലൻസ് അന്വേഷിക്കണമെന്ന് മുസ്ലിം ലീഗ്. ലൈഫ് പദ്ധതി അട്ടിമറിച്ചു എന്നും അർഹരായവരെ മാറ്റി നിർത്തിയെന്നും ആരോപണം. സമഗ്രമായ അന്വേഷണം നടത്തും വരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ലീഗ് നേതാക്കൾ. വാർത്തകൾ വിശദമായി. ദുരിതയാത്രയ്ക്ക് അറുതിയില്ല. വാടനാകുരിശി റെയിൽവേ മേൽപ്പാലത്തിന്റെ സർവീസ് റോഡ് നിർമ്മാണത്തിന് വേണ്ടിയാണ് പ്രദേശത്ത് റോഡ് അടച്ചിട്ടിരിക്കുന്നത്. ഇതുമൂലം യാത്രക്കാരുടെ ദുരിതയാത്രയും തുടരുകയാണ്. 10 ദിവസ കാലാവധി 20 ഞായറാഴ്ച പൂർത്തിയാകാനിരിക്കെ നിർമ്മാണ പ്രവർത്തികൾ ഇനിയും എങ്ങുമെത്തിയില്ല. ദുരിതമീ യാത്ര ഇനി എന്നു തീരുമെന്നറിയില്ല. വാടനാകുരിശി ഭാഗത്തെ രാവിലത്തെ മാത്രം കാഴ്ചകളാണിത്. നിരവധി വിദ്യാർത്ഥികളുടെയും മറ്റു യാത്രക്കാരുടെയും കാൽനടയായ ദുരിതയാത്ര. വാടാകുരിശി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ സർവീസ് റോഡ് നിർമ്മാണ പ്രവൃത്തികൾക്കാണ് പ്രദേശത്തെ പാത അടച്ചിരിക്കുന്നത്. ഈ മാസം 11 മുതൽ പാത അടച്ചിട്ടു. പ്രവൃത്തികൾ തുടങ്ങിവെച്ചു. 10 ദിവസത്തെ പ്രവൃത്തികൾ 20 ഞായറാഴ്ച പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് പാത അടച്ചത്. എന്നാൽ പ്രവൃത്തികൾ ഇനിയും എങ്ങുമെത്തിയില്ല. പാത അടച്ചിടൽ തുടരാനാണ് ഇപ്പോഴത്തെ സാധ്യത. റെയിൽവേ ഗേറ്റ് പരിസരത്തും അപ്രോച്ച് റോഡിൻ്റെ പരിസരത്തുമാണ് പാത അടച്ചിരിക്കുന്നത്. ഇതുവരെ മാത്രം സ്വകാര്യ ബസ്സുകളെത്തി പിന്നീട് യാത്രക്കാരെ കയറ്റി പോകുന്ന സ്ഥിതിയാണ് ഇവിടെ. ബൈക്കുകൾ കടത്തിവിടുന്നുണ്ട്. ഒരു വശത്തെ അപ്രോച്ച് റോഡിൻ്റെ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്ന പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. മറ്റു വശത്തെ സർവീസ് റോഡ് പ്രവൃത്തികളും നടക്കുന്നുണ്ട്. പാത നിരപ്പാക്കുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത്. പാത നിരപ്പാക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കിയ ശേഷം കട്ട വിരിക്കാനാണ് തീരുമാനം. ഇതിനായി പാതയുടെ 2 വശത്തും പ്രവൃത്തികൾക്കായി കട്ട സ്വരൂപിച്ചു കഴിഞ്ഞു. പാലം പണിയും പാതയുടെ പണിയും പെട്ടെന്ന് തീരട്ടെ എന്ന പ്രതീക്ഷയിലാണ് ഓരോ യാത്രക്കാരുടെയും ഈ യാത്ര. ന്യൂസ് സെന്റർ, ഷൊർണൂർ. റോഡ് നന്നാക്കാത്തതിനെതിരെ പ്രതിഷേധം. കോട്ടായിൽ പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെതിരെ കുഴികളിൽ വാഴ നട്ട് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായത്. പ്രവൃത്തികൾ നടത്താൻ അനുമതി തരാത്തതിന് പിന്നിൽ ഇറിഗേഷൻ വകുപ്പിന്റെ പിടിവാശിയെന്ന് ജനപ്രതിനിധികൾ ആരോപിച്ചു. കോട്ടായി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ ഉൾപ്പെട്ട ചക്കാന്തൊടി റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായിട്ട് വർഷങ്ങളായി. ഓട്ടോ ടാക്സിക്കാർ വാടകയ്ക്ക് വിളിച്ചാൽ ഇതുവഴി ഓട്ടം അടിക്കുകയാണ്. പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കാത്തതിനെതിരെയാണ് കുഴികളിൽ വാഴ നട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. 6-ാം വാർഡ് കിഴക്കേക്കര കുളങ്കര വെള്ളാട്ടുകളം റോഡ് കുണ്ടും കുഴിയുമായിട്ട് വാഴ നട്ട് നാട്ടുകാർ പ്രതിഷേധം ഇവിടെ അറിയിച്ചു. യാതൊരു നടപടി ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ ആകെ 270 മീറ്ററേ ഉള്ളൂ ഒരു റോഡിൻ്റെ വീതി. ഒരു വാഹനം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാനും വഴിയില്ല. ഈ കണ്ടത്തിൽ നട്ടിട്ട് നമ്മൾ കിളച്ച് നട്ടിട്ട് നടന്ന രീതിയിലുള്ള റോഡാണ് ഇപ്പോൾ കിടക്കുന്നത്. കാരണം ഇത് നന്നായിരുന്ന റോഡായിരുന്നു. അത് ഈ ജലസേചന വകുപ്പിൻ്റെ ഈ കനാലുകൾ കീറി കഴിഞ്ഞപ്പോൾ അത് നന്നാക്കിയിട്ടുമില്ല. ആ കുഴികൾ ഓരോ വാഹനം വരുന്തോറും അത് താന്ന് പോയി കഴിഞ്ഞിട്ട് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ ഒരു ഓട്ടോ വിളിച്ചാൽ ഒരു രോഗികളെ കൊണ്ടുപോകാൻ യാതൊരു വഴിയില്ലാത്ത രീതിയിലാണ് ഇന്നത് കിടക്കുന്നത്. വെള്ളം കെട്ടി പിന്നെ കുണ്ടും വണ്ടിയൊക്കെ ചാടിച്ചാടിയിട്ട് പോകും. അതേസമയം റോഡിന്റെ വശത്തിലുള്ള കാട കനാലിലെ മണ്ണെടുത്തതുമായി ബന്ധപ്പെട്ട് ഇറിഗേഷൻ അധികൃതർ തടസ്സപ്പെടുത്തിയെന്നാണ് പറയുന്നത്. റോഡ് പണി നടത്താൻ ഇറിഗേഷൻ വകുപ്പിന്റെ അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുകയാണെന്നും അനുമതി ലഭിച്ചാൽ ഉടൻ പണി തുടങ്ങുമെന്നും ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാമോഹൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 1.5 മാസമായി തുടരുന്ന ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധി പരിഹരിക്കാൻ ഡോക്ടറെ സ്ഥലം മാറ്റി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. അടുത്തിടെ ശസ്ത്രക്രിയ നടത്തിയ 2 രോഗികൾ മരിച്ചിരുന്നു. ഇതാണ് ഡോക്ടറുടെ സ്ഥലം മാറ്റത്തിന് കാരണമായത്. ഇതിനെതിരെ ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ പ്രതികരണവുമായി രംഗത്ത് വന്നു. ഒരാളെ കുറവ് കാണിക്കില്ല, പക്ഷേ ജനങ്ങൾ അറിയണം, ഇവിടെ ഒരു വർഷം 2019 ഇത് ചലിച്ച് തുടങ്ങിയപ്പോൾ ഒരു വർഷം 4 ഹാർട്ട് ഓപ്പറേഷൻ നടന്നത്. ഇവിടെ മിക്ക പേഷ്യൻസും വരുന്ന ഹാർട്ട് ഓപ്പറേഷനാണ്, അല്ലാതെ ചെറിയ കാലിൻ്റെ ബൈപ്പാസോ ചെറിയ പഴുപ്പെടുക്കാനോ അല്ല. ഈ ഹാർട്ട് ഓപ്പറേഷനാണ് ബുദ്ധിമുട്ടുള്ളത്. ഇവിടെ 6 വെന്റിലേറ്റർ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ക്ഷീരഭാഗത്ത് പറയും, മാഡം ഇവിടെ 24 കേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 24 കേസ് ചെയ്യാനുള്ള സൗകര്യം ഈ മെഡിക്കൽ കോളേജിലുണ്ട്. അത് വെറും ഒരു ICU വേസ്റ്റായിട്ടിരിക്കുക, ഒന്നും ഉപയോഗിക്കാതെ, ആ വെന്റിലേറ്റേഴ്സ് ഉപയോഗിക്കാതെ 7 വർഷമായിട്ട് വെന്റിലേറ്റർ ഉപയോഗിക്കാതെ അവിടെ കിടക്കുക. ഒരു 10 വർഷം ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം വില വരുന്ന ഒരു വെന്റിലേറ്ററിൻ്റെ ഒരു ടൈം പീരീഡ് ഒരു 10 ഇയേഴ്സാണ്. അതിൽ 7 ഇയേഴ്സ് കഴിഞ്ഞു പോയി. ഒരു 3 ഇയേഴ്സും കൂടി കുറഞ്ഞ AMC, അത് ഞാൻ അതിന് ഗ്യാരണ്ടി ഇല്ല. ഇപ്പോൾ പ്രശ്നം ഡൈവേർട്ട് ചെയ്യുകയാണ്. ശനിയാഴ്ച ബന്ധു മരിച്ച ദിവസമാണ് എൻക്വയറി വെച്ചത്. അന്ന് എൻക്വയറി വെക്കരുതെന്ന് പറഞ്ഞതാണ്. പെർഫ്യൂണിസ്റ്റ് കോഴ്സ് മുഴുവനാക്കിയോ എന്നല്ല, മുൻപരിചയമുണ്ടോ എന്നതാണ് ചോദ്യം. ഒരു മുൻപരിചയവുമില്ലാത്തവരാണ് ഇവർ. നിയമന സമയത്ത് KPC രജിസ്ട്രേഷൻ ക്രൈറ്റീരിയയായി വെച്ചില്ല. ഓപ്പറേഷൻ മുടക്കിയത് എങ്ങനെയാണെന്ന് അധികൃതർ വ്യക്തമാക്കണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. ഹൃദയ ശസ്ത്രക്രിയ എങ്ങനെ നിർത്തിവെക്കും? മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്റർ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഇത് കളക്ടറെ അടക്കം അറിയിച്ചിട്ടുണ്ട്. കളക്ടർ അനുഭാവപൂർവ്വമാണ് എല്ലാം കേട്ടത്. 3 വർഷം തികയുന്നതിന് മുന്നേ ട്രാൻസ്ഫർ ചെയ്തു. എത്രയോ പ്രാവശ്യം കാണിച്ചു കൊടുത്തു. ഞാൻ കളക്ടറിനെ കണ്ടു. കളക്ടർ കാരണം ഇവിടെ ഒന്നും നടക്കുന്നില്ല കണ്ട് ഞാൻ കളക്ടറെ പോയി കണ്ടു. കളക്ടറോട് പറഞ്ഞു, സാറേ എനിക്ക് കേസ് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ നിർബന്ധിക്കരുത്. കാരണം ആ കുട്ടിക്ക് നോളജ് ഇല്ല, സ്കില്ലില്ല, ആറ്റിറ്റ്യൂഡില്ല, എങ്ങനെയാണ് ഞാൻ കൊടുക്കുക? അപ്പോൾ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. എനിക്ക് അവസാനം കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ഒന്ന് പറഞ്ഞു, എനിക്ക് സന്തോഷമായി നമ്മളെ പാണ്ഡ്യ സാറിനെ കണ്ടപ്പോൾ. ഞാൻ വളരെ എഫബിൾ, വളരെ നല്ല മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻറ്റേഷനിൽ ഒരു പൊളിറ്റിക്കൽ പ്രഷർ കണ്ടു. നിങ്ങൾക്ക് ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഒരേ പ്രാവശ്യം ഞാൻ ഇവിടെ പ്രിൻസിപ്പളിനെ കാണുമ്പോൾ ഈ പ്രശ്നം പറഞ്ഞിട്ട്, ഈ പെർഫ്യൂഷൻ സെക്ഷൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സൂപ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ ആദ്യം അവർ പ്രൊആക്റ്റീവാണ്. പ്രിൻസിപ്പൾ പറയും, അഷ്റഫെ ഞാൻ ഇതിനെ സോൾവ് ആക്കി തരാം, പക്ഷേ പൊളിറ്റിക്കലാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണല്ലോ എന്ന് എനിക്കറിയാമല്ലോ എന്ന് പറയും. അല്ലെങ്കിൽ സൂപ്രണ്ടോട് പറയും, ആദ്യം ഒരു റിക്വസ്റ്റ് ഇട്ടുക, അപ്പോൾ ഒരു റിക്വസ്റ്റ് എഴുതും, പിന്നെ റിക്വസ്റ്റ് ഇട്ടുക, ആ റിക്വസ്റ്റ് കാണാനില്ല, അടുത്ത റിക്വസ്റ്റ് ഇട്ട് കൊടുക്കും. അവസാനം റിക്വസ്റ്റ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് പറയുമ്പോൾ എന്താ പറയുക, ഈ പൊളിറ്റിക്കൽ അപ്പോയിൻറ്റി ടെമ്പററി പോസ്റ്റ് അത് ആ കുട്ടീനെ മാറ്റാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ PSC അപ്പോയിൻറ്റിനെ അവർക്ക് മടുത്ത് വിട്ട് പോയിക്കോട്ടെ, PSC അപ്പോയിൻറ്റി പോയിക്കോട്ടെ, HCS അപ്പോയിൻറ്റിനെ ഏതായാലും മാറ്റാൻ പറ്റില്ല. ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാലോ എന്താണ് ഉദ്ദേശം. ഇത് ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണെന്നും ഡോക്ടർ അഷ്റഫ് ഉസ്മാൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സർക്കാരിൻ്റെ പ്രചാരണ കോളാബിയായി ഇടതു സംഘടനകൾ മാറിയെന്ന് NTU സംസ്ഥാന സെക്രട്ടറി AJ ശ്രീനി. KSEBയുടെ കെടുകാര്യസ്ഥതയിൽ വിദ്യാർത്ഥി മരിച്ചപ്പോൾ അധ്യാപകരെ പ്രതികളാക്കുകയും ADGPയുടെ തെറ്റിന് ട്രാക്ടർ ഡ്രൈവറെ പ്രതിയാക്കുന്ന നടപടിയാണ് ഇടതു സർക്കാർ നയമെന്നും ശ്രീനി പറഞ്ഞു. സർവീസ് മേഖലയെ തകർക്കുകയെന്ന സർക്കാർ താൽപ്പര്യത്തിന് കൊടപിടിക്കുകയാണ് ഇടതു സംഘടനകളെന്നും ശ്രീനി പറഞ്ഞു. വിവിധ ആവശ്യങ്ങളിൽ ഉന്നയിച്ച NTU DREO ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീനി. അധ്യാപകരുടേതുൾപ്പെടെ പല ജീവനക്കാരുടെ ഓരോ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഇടത് സർക്കാർ കവർന്നെടുക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്ന സർക്കാർ പിന്നീട് നടപ്പിലാക്കാത്ത സ്ഥിതിയാണ്. ഇടത് സർക്കാരിന്റെ കാലത്ത് ആനുകൂല്യം കവർന്നെടുക്കപ്പെട്ട മേഖല സർക്കാർ ജീവനക്കാരുടേതാണ്. മുൻകാലങ്ങളിലെ നഷ്ടത്തെക്കുറിച്ചോ കിട്ടാനുള്ളതിനെക്കുറിച്ചോ ഇടത് സംഘടനകൾ മിണ്ടാത്തത് വഞ്ചനയാണ്. പറഞ്ഞു പറ്റിക്കുന്ന സർക്കാർ രീതി പിന്തുടരുന്ന ഇടത് സംഘടനകളെയും ജീവനക്കാർ തിരിച്ചറിഞ്ഞെന്നും ശ്രീനി പറഞ്ഞു. നമുക്കറിയാം, 9.5 വർഷത്തെ ഭരണം കൊണ്ട് 2016 മെയ് മാസത്തിൽ അധികാരത്തിലേറിയ പിണറായി ഈ 9.5 മാസത്തെ ഭരണം കൊണ്ട് ഈ കേരളത്തിനെ പണ്ട് മഹാബലി പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ പോലെ ഇനി ഇതിനപ്പുറം താഴ്ത്താനില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു സമരം നടന്നിരുന്നു ദേപന്തലിൽ. ഈ കേരളത്തിലെ മുഴുവൻ സംയുക്ത കായികാധ്യാപകരുടെ സംഘടനാ സമരമാണ് ഇവിടെ നടന്നത്. അതിൽ KSCAക്കാരുണ്ട്, KPSCAക്കാരുണ്ട്, KSTUക്കാരുണ്ട്, വിവിധ രാഷ്ട്രീയ വിശ്വാസത്തിലുള്ള മുഴുവൻ കായികാധ്യാപകരും ഇവിടെ അണിനിരന്നു. അതിനു മുമ്പൊരാഴ്ച ഒരു സമരം നടന്നിരുന്നു ഇവിടെ, ജൂലൈ 1-ാം തീയതി, അവകാശ നിഷേധ സമരം എന്ന് പറഞ്ഞ്. അന്ന്
മുഴുവൻ സർക്കാർ ജീവനക്കാരും ഈ പന്തലിൽ അണിനിരന്നു. അന്ന് ഇവിടെ കാണേണ്ട ഘോഷമായിരുന്നു. ഒരു ആശംസാ പ്രസംഗത്തിന് ഞാനും ഇവിടെ എത്തിയിരുന്നു. ഇവിടെ ഒരു പന്തല്, അവിടെ ഒരു പന്തല്, ഇതിന്റെ അപ്പുറത്തൊരു പന്തല്, ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു പന്തല്. ഈ ഭാഗത്തോടെ ഒരു വണ്ടി, ഒരു ടൂ വീലർ പോകും പറ്റാത്ത രീതിയിലുള്ള ഒരു സമര പരമ്പരയായിരുന്നു ഇവിടെ അന്ന് കാണാൻ സാധിച്ചത്. അതിൽ എല്ലാ തരത്തിലുള്ള കൊടികളും കാണാൻ സാധിച്ചു. അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ സമസ്ത മേഖലകളിലും പ്രതിഷേധത്തിലാണ്, എല്ലാവരും നിരാശയിലാണ്. ശമ്പള പരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കുക, DA കുടിശ്ശിക അനുവദിക്കുന്നതിനൊപ്പം DA കേന്ദ്രത്തിന് തുല്യമാക്കുക, ജീവനക്കാരോടുള്ള വിവേചനവും പ്രതികാര നടപടിയും അവസാനിപ്പിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി അവസാനിപ്പിക്കുക, മെഡിസെപ്പിലെ അപകടങ്ങൾ പരിഹരിക്കുക, PM ശ്രീ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ജില്ലാ പ്രസിഡന്റ് സച്ചിദാനന്ദൻ PA അധ്യക്ഷത വഹിച്ചു. ഗിരീഷ് ഗോപിനാഥ്, അഭിലാഷ് PR എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ അഴിമതി ഭരണം വിജിലൻസ് അന്വേഷിക്കണമെന്ന് മുസ്ലിം ലീഗ്. ലൈഫ് പദ്ധതി അട്ടിമറിച്ചു എന്നും അർഹരായവരെ മാറ്റി നിർത്തിയെന്നും മുസ്ലിം ലീഗ് ആരോപിച്ചു. പഞ്ചായത്തിന്റെ ഫണ്ടുകൾ അട്ടിമറിച്ചതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും വരും ദിവസങ്ങളിൽ ആവശ്യമുന്നയിച്ച് ശക്തമായ സമരപരിപാടി നടത്തുമെന്നും ചെറുതുരുത്തിയിൽ വാർത്താസമ്മേളനത്തിൽ ലീഗ് നേതാക്കൾ പറഞ്ഞു. ഭരണസമിതി യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ പൊതുമുതൽ വിറ്റ് കാശാക്കിയ വിഷയത്തെക്കുറിച്ചും പഞ്ചായത്തിലെ കുണ്ടും കുഴികളുമായി കിടക്കുന്ന റോഡുകളും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്താതെ പാർട്ടി പ്രവർത്തകർക്കും സ്വന്തക്കാർക്കും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന പ്രവണതയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും മെച്ചപ്പെടുത്താതെ ലൈഫ് പദ്ധതി അട്ടിമറിച്ച് അർഹരായവരെ മാറ്റി നിർത്തിയതായും അനർഹർക്ക് നൽകിയതായും ശക്തമായ പരാതിയാണ് ഉയർന്നുവരുന്നത്. ആയതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഫണ്ടുകൾ അട്ടിമറിച്ചതിനെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മുസ്ലിം ലീഗ് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ സമര പരിപാടികൾക്ക് തുടക്കം കുറിക്കും. ഗ്രാമപഞ്ചായത്തിന്റെ അഴിമതി ഭരണത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആവശ്യം. നമുക്കറിയാം, അടുത്ത കാലത്ത് നടന്നു വന്ന വിവാദം പഞ്ചായത്തിലെ സ്വാമിക്കൽ വീട്ടിൽ പത്മനാഭൻ നായർ എന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ കുടുംബവും പഞ്ചായത്തിന് ദാനമായി നൽകിയ 36 സെന്റ് സ്ഥലത്ത് പാവപ്പെട്ട ആളുകൾക്ക് വീട് വയ്ക്കാൻ വേണ്ടി നൽകിയ 36 സെന്റ് സ്ഥലത്ത് ഉണ്ടായിരുന്ന വലിയ മരത്തടികളും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പഴയ കെട്ടിടവും പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ തീരുമാനമെടുക്കാതെ അത് ലേലത്തിൽ വയ്ക്കാതെ യാതൊരു നടപടികളും സ്വീകരിക്കാതെ തീർത്തും ഒരു വ്യക്തികളുടെ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടുകൂടി മുറിച്ചു വിൽക്കുന്ന, കെട്ടിടം പൊളിച്ചു വിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത്. നമുക്കറിയാം, ഒരു ഭരണസമിതി തീരുമാനമെടുക്കുകയും ആ തീരുമാനം പിന്നീട് ലേലത്തിൽ വെക്കുകയും ലേലം കൊട്ടേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഒരു പൊതുസ്ഥലത്തുള്ള സംഗതികൾ പൊളിച്ചു മാറ്റലോ അല്ലെങ്കിൽ മുറിച്ചു വിൽക്കുകയോ നടത്തുക. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് PA അബ്ദുൽ കരീം, ജനറൽ സെക്രട്ടറി KY അഫ്സൽ, ട്രഷറർ TB മൊയ്തീൻകുട്ടി, വൈസ് പ്രസിഡന്റ് CKM അഷറഫ്, ജോയിന്റ് സെക്രട്ടറി NA ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. KSSPU പറളി യൂണിറ്റിന്റെ വാർഷിക ജനറൽ കൺവെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവും പറളിയിൽ സംഘടിപ്പിച്ചു. സംഘടനാ ജില്ലാ ട്രഷറർ KK സതീശൻ ഉദ്ഘാടനം ചെയ്തു. നാട് മുഴുവൻ ലഹരിയിലും മയക്കുമരുന്നിലും വ്യാപിച്ച സാഹചര്യത്തിൽ ലഹരിമുക്ത സമൂഹ സൃഷ്ടിക്കായി രംഗത്തിറങ്ങണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു. പറളി പഞ്ചായത്ത് കല്യാണമണ്ഡപത്തിൽ നടന്ന KSSPU പറളി യൂണിറ്റ് വാർഷിക കൺവെൻഷനും നവാഗതർക്ക് സ്വീകരണവും ജില്ലാ ട്രഷറർ KK സതീശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PV ചാമുണ്ണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PV മോഹൻദാസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി KT രാമദാസും റൂറൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KC ബാലനും നവാഗതരെ പരിചയപ്പെടുത്തി. റൂറൽ ബ്ലോക്ക് സെക്രട്ടറി P കൃഷ്ണദാസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K പാർത്ഥസാരഥി, സംസ്ഥാന കൗൺസിലർ PR രാജേശ്വരി, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് V മണിയൻ, യൂണിറ്റ് രക്ഷാധികാരികളായ MC ബാലൻ, N മാണിക്കൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി CA മുരളീധരൻ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ K രാധാറാണി നന്ദിയും പറഞ്ഞു. C പുഷ്പലതയുടെ പ്രാർത്ഥനയോടെയാണ് കൺവെൻഷന് തുടക്കമായത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള സീനിയർ സിറ്റിസൺ ഫോറം കാരക്കാട് യൂണിറ്റിന്റെയും ചെറുതുരുത്തി പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. പഞ്ചകർമ്മ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സീനിയർ സിറ്റിസൺ ഫോറം കാരക്കാട് യൂണിറ്റിന്റെയും ചെറുതുരുത്തി പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ്
ആയുർവേദത്തിലൂടെ ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും ഇതോടൊപ്പം ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചവരെ കാരക്കാട് നരസിംഹമൂർത്തി ക്ഷേത്ര ഹാളിൽ വെച്ചായിരുന്നു ക്യാമ്പ്. ചെറുതുരുത്തി പഞ്ചകർമ്മ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ സഞ്ജീവ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. Within the lap of nature. So this is the great opportunity. You are the luckiest one, you are living here. I know that some elements are there while you become older and older. Some elements are naturally, because we are human beings. We can't stop thinking. But as I am observing you, you all are healthy people, and with the grace of God, I will pray to the Lord, you be healthy, be happy, and my doctor, my colleague Dr. Vinita and his team will properly check you, give free of cost medicine, and in future if you require somewhere else these kind of free medical checkup or medical camp are required. ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ കാലടി അധ്യക്ഷനായി. ഡോക്ടർ ദേവി ആർ നായർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. TN ശ്രീനിവാസൻ, രവീന്ദ്രനാഥ്, PC ഉണ്ണിയയ്യപ്പൻ, ഗോപിനാഥൻ, സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർ P ബിനീത, ഡോക്ടർ VC ദീപ്, ഡോക്ടർ ദേവി ആർ നായർ എന്നിവർ നേതൃത്വം നൽകി. പരിശോധനയ്ക്ക് ശേഷം മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. ക്യാമ്പിൽ 100-ൽ പരം ആളുകൾ ചികിത്സ തേടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സീനിയർ സിറ്റിസൺ ഫോറം കാരക്കാട് യൂണിറ്റിൻ്റെയും ചെറുതുരുത്തി പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. പഞ്ചകർമ്മ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള സീനിയർ സിറ്റിസൺ ഫോറം കാരക്കാട് യൂണിറ്റിൻ്റെയും ചെറുതുരുത്തി പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആയുർവേദത്തിലൂടെ ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും ഇതോടൊപ്പം ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചവരെ കാരക്കാട് നരസിംഹമൂർത്തി ക്ഷേത്ര ഹാളിൽ വെച്ചായിരുന്നു ക്യാമ്പ്. ചെറുതുരുത്തി പഞ്ചകർമ്മ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ സഞ്ജീവ് കുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. Within the lap of nature. So this is the great opportunity. You are the luckiest one, you are living here. I know that some elements are there while you become older and older. Some elements are naturally, because we are human beings. We can't stop thinking. But as I am observing you, you all are healthy people, and with the grace of God, I will pray to the Lord, you be healthy, be happy, and my doctor, my colleague Dr. Vinita and his team will properly check you, give free of cost medicine, and in future if you require somewhere else these kind of free medical checkup or medical camp are required. ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ കാലടി അധ്യക്ഷനായി. ഡോക്ടർ ദേവി ആർ നായർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. TN ശ്രീനിവാസൻ, രവീന്ദ്രനാഥ്, PC ഉണ്ണിയയ്യപ്പൻ, ഗോപിനാഥൻ, സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർ P ബിനീത, ഡോക്ടർ VC ദീപ്, ഡോക്ടർ ദേവി ആർ നായർ എന്നിവർ നേതൃത്വം നൽകി. പരിശോധനയ്ക്ക് ശേഷം മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. ക്യാമ്പിൽ 100-ൽ പരം ആളുകൾ ചികിത്സ തേടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കവളപ്പാറ ഏരിയ കൺവെൻഷൻ ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഹാളിൽ നടന്നു. KSPU ജില്ലാ രക്ഷാധികാരി PV വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. നാട് മുഴുവൻ ലഹരിയിലും മയക്കുമരുന്നിലും വ്യാപിച്ച സാഹചര്യത്തിൽ ലഹരിമുക്ത സമൂഹ സൃഷ്ടിക്കായി രംഗത്തിറങ്ങണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടു. പറളി പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന KSSPU പറളി യൂണിറ്റ് വാർഷിക കൺവെൻഷനും നവാഗതർക്ക് സ്വീകരണവും ജില്ലാ ട്രഷറർ KK സതീശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PV ചാമുണ്ണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PV മോഹൻദാസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി KT രാമദാസും റൂറൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KC ബാലനും നവാഗതരെ പരിചയപ്പെടുത്തി. റൂറൽ ബ്ലോക്ക് സെക്രട്ടറി P കൃഷ്ണദാസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K പാർത്ഥസാരഥി, സംസ്ഥാന കൗൺസിലർ PR രാജേശ്വരി, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് V മണിയൻ, യൂണിറ്റ് രക്ഷാധികാരികളായ MC ബാലൻ, N മാണിക്കൻ എന്നിവർ സംസാരിച്ചു.
യൂണിറ്റ് സെക്രട്ടറി CA മുരളീധരൻ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ K രാധാറാണി നന്ദിയും പറഞ്ഞു. C പുഷ്പലതയുടെ പ്രാർത്ഥനയോടെയാണ് കൺവെൻഷന് തുടക്കമായത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓങ്ങല്ലൂരിൽ ലഹരിക്കെതിരെ ജനകീയ സദസ്സ്. ലഹരിക്കെതിരെ കൈകോർക്കാമെന്ന സന്ദേശമുയർത്തിയാണ് KSSPU ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെ കൈകോർക്കാമെന്ന സന്ദേശമുയർത്തിയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. ഓങ്ങല്ലൂർ സായംപ്രഭ ഹോമിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പലത ഉദ്ഘാടനം ചെയ്തു. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഒന്നോ രണ്ടോ കുട്ടികളുണ്ടാവും, അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കും. ആ മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ റൂമിൽ പോയിരിക്കും. അടുത്തുള്ളവരെന്നെ അറിയില്ല. അപ്പോൾ വീട്ടിലൊരാൾ വിരുന്നാർ വന്നാലും കൂടി ആ കുട്ടികൾ പുറത്തേക്ക് വരും. അപ്പോൾ അവരതിങ്ങനെ അഡിക്റ്റാവണം. അതിന് വേണ്ട നല്ല കാര്യങ്ങളുണ്ടാവും. ഫോണിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് ചീത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിങ്ങനെ കണ്ടിട്ടാണ് നമ്മുടെ ഇന്നത്തെ തലമുറ കുട്ടികൾ വളർന്നില്ല. രാസലഹരിക്കെതിരെ സമൂഹം പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ച് പട്ടാമ്പി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ K മണികണ്ഠൻ ക്ലാസ് എടുത്തു. നേർവഴിക്ക് കൊച്ചുമക്കളെ നയിക്കുന്നതിനും കൂടുതൽ സമയം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിർണായക പങ്ക് ഈ ഒരു വിഷയത്തിൽ വഹിക്കാനുണ്ട്. കാരണം നമ്മുടെ യുവതലമുറ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചീത്ത ദുഷ്ചിന്തകളിൽ നിന്നൊക്കെ അകത്തു നിൽക്കുന്നതിന് വേണ്ടി ഒരു നിർണായക പങ്ക് നിങ്ങൾക്കതിൽ വഹിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു കൂടിയിരിക്കുന്നത് ഏറ്റവും നമ്മുടെ ഒരു നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി തന്നെയാണ്. യൂണിറ്റ് പ്രസിഡന്റ് KV ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം M രാമേന്ദ്രൻ, യൂണിറ്റ് സെക്രട്ടറി KM ഗംഗാധരൻ, അനിൽകുമാർ, കമലം, അപ്പുണ്ണി, CP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. U വിനോദ് കുമാർ അനുസ്മരണം ഷൊർണൂരിൽ സംഘടിപ്പിച്ചു. ഷൊർണൂർ മയിൽവാനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഈ കേരളത്തിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശവന്റെ വേണ്ടിയത് സോവിയറ്റ് യൂണിയന്റെ അകത്തിന് ശേഷമാണ്. ഇനി ലോകത്തൊരു ചുമതല കൂടി വീഴില്ല എന്നാണ്. സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ലോകത്തിന്റെ വിവിധ കോണുകളിൽ മുതലാളിമാർ ശബ്ദം. DYFI മേഖലാ സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CPIM ഷൊർണൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ND ദിൻഷാദ് അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി, ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, ഏരിയ കമ്മിറ്റി അംഗം MK ജയപ്രകാശ്, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി P സിന്ധു, DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ ശങ്കർ, ബ്ലോക്ക് സെക്രട്ടറി C രാഗേഷ്, ബ്ലോക്ക് കമ്മിറ്റി അംഗം രാജേഷ് പോൾ, SFI ഏരിയ പ്രസിഡന്റ് സച്ചിൻ, ശോഭ, വിവേക്, ജോയിന്റ് സെക്രട്ടറി രാഹുൽ, SFI സെക്രട്ടറി സിദ്ധാർത്ഥ് എന്നിവർ U വിനോദ് കുമാറിനെ അനുസ്മരിച്ചു. സർഗാത്മക അക്കാദമിക കായിക രംഗത്തെ പ്രതിഭകളെയും SSLC +2 പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെയും സമ്മേളനത്തിൽ അനുമോദിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദുരിതയാത്രയ്ക്ക് അറുതിയില്ല. വാടനാകുറിശി റെയിൽവേ മേൽപ്പാലത്തിന്റെ സർവീസ് റോഡിന് ഒച്ചിന്റെ വേഗം. സർവീസ് റോഡ് 10 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന പ്രഖ്യാപനവുമായി റോഡ് പൂർണ്ണമായും അടച്ചിട്ടിട്ട് 9 ദിവസം പിന്നിടുന്നു. നിർമ്മാണ പ്രവൃത്തികളിലെങ്കിലും എത്തിയില്ല. ദുരിതയാത്ര എത്ര നാൾ തുടരേണ്ടി വരുമെന്ന ആശങ്കയിൽ ജനങ്ങൾ. തൃശൂർ ഗവൺമെന്റ് കോളേജ് ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധി. ഡോക്ടറെ സ്ഥലം മാറ്റി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. സ്ഥലം മാറ്റം അടുത്തിടെ നടത്തിയ ശസ്ത്രക്രിയകളിൽ 2 രോഗികൾ മരിക്കാനിടയായ സാഹചര്യം. നടപടിയിൽ പ്രതികരണവുമായി ഡോക്ടർ അഷറഫ് ഉസ്മാൻ. സർക്കാരിന്റെ കോളാമ്പിയായി ഇടതു സംഘടനകൾ മാറിയെന്ന് NTU സംസ്ഥാന സെക്രട്ടറി AJ സൈനി. KSEBയുടെ കെടുകാര്യസ്ഥതയിൽ വിദ്യാർത്ഥി മരിച്ചപ്പോൾ അധ്യാപകരെ പ്രതിയാക്കുകയും ADGPയുടെ തെറ്റിന് ട്രാക്ടർ ഡ്രൈവറെ പ്രതിയാക്കുകയും ചെയ്തതാണ് ഇടതു സർക്കാർ നയമെന്നും ആക്ഷേപം. സർവീസ് മേഖലയെ തകർക്കാൻ ഇടതു സംഘടനകൾ കുടപിടിക്കുകയാണെന്നും AJ സൈനി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NTUവിന്റെ ധർണ പാലക്കാട്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ അഴിമതി ഭരണം വിജിലൻസ് അന്വേഷിക്കണമെന്ന് മുസ്ലിം ലീഗ്. ലൈഫ് പദ്ധതി അട്ടിമറിച്ചു എന്നും അർഹരായവരെ മാറ്റി നിർത്തിയെന്നും ആരോപണം. സമഗ്രമായ അന്വേഷണം നടത്തും വരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ലീഗ് നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.